ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പം കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അത് നാലായിട്ട് മുറിച്ച് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം പുരട്ടിച്ച് നമ്മൾ വെയിലത്ത് വെച്ചു. ഒരു 1 day ഫുൾ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനെ കണ്ടോ, ഒരു ദിവസം ഫുൾ വെച്ചപ്പോഴത്തേനെ വെള്ളമെല്ലാം നല്ലവണ്ണം വറ്റിക്കിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അച്ചാറിടാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഫസ്റ്റ് കായം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. ബാക്കി പിന്നെ പറയാവേ. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേനെ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേനെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് വഴറ്റി നല്ലവണ്ണം വഴറ്റി വരുമ്പോഴത്തേനും നമുക്കൊരു സ്മെല്ല് വരുമല്ലോ, അറിയാമല്ലോ. ആ സ്മെല്ല് വരുമ്പോഴത്തേനും കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ വഴറ്റണം കേട്ടോ. അപ്പം കറിവേപ്പില എടുക്കട്ടെ. അപ്പം കറിവേപ്പിലയും കൂടി ഇടാൻ പോവുകയാണേ. കറിവേപ്പിലയും കൂടി ഇട്ട് അതും നല്ലവണ്ണം വഴറ്റുക. ഓക്കെ. അപ്പം കറിവേപ്പിലയും ഇട്ട് വഴറ്റിയതിന് ശേഷം ആ കറിവേപ്പില നല്ലവണ്ണം വഴറ്റി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. ഞാനിപ്പം നോർമൽ സ്റ്റേജിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് നല്ലവണ്ണം വഴറ്റി നല്ല ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേനെ നമുക്ക് അതിലേക്ക് പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ നല്ലവണ്ണം വഴറ്റാം നമുക്ക്. ഓക്കെ. ഞാൻ ഉപ്പെടുക്കട്ടെ. ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം. ഞാൻ പൊതുവേ കായപ്പൊടി ഇച്ചിരി കൂടുതലിടും, ബിക്കോസ് എനിക്ക് കായപ്പൊടിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കായപ്പൊടി നമ്മൾ ഇടുക. കായപ്പൊടിയും കൂടി ഇട്ട് വെച്ച് അതും നല്ലവണ്ണം വഴറ്റണം. ഓക്കെ. അപ്പം കായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് നല്ലവണ്ണം വഴറ്റി കഴിയുമ്പോഴത്തേനെ നമ്മൾ ഈ ഉണക്കി വെച്ചിരിക്കുന്ന നാരങ്ങയില്ലേ, മീൻസ് വെയിലത്ത് ഉണക്കി വെച്ച നാരങ്ങയും കൂടി ഇട്ട് അതും നല്ലവണ്ണം സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് അന്നേരത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ബാക്കി കാര്യം ചെയ്താൽ മതി. അത് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. കാരണം എല്ലാവർക്കും ഗ്രേവിയൊക്കെ വേണമെങ്കിൽ ഈ വിനാഗിരി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ വിനാഗിരി ഉണ്ടെങ്കിൽ ഒരു മയം ഉണ്ടല്ലോ. അപ്പം വിനാഗിരിയും കൂടെ ഒഴിച്ച്, ചിലവർക്കാണെങ്കിൽ ഡ്രൈ ആയിരിക്കുന്ന അച്ചാറാണ് ഇഷ്ടം. ഞാൻ പിന്നെ ശകലം വിനാഗിരിയും കൂടെ ഒഴിച്ചു റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പം നമ്മളിനി ഇത് ഒരു കുപ്പി നല്ലവണ്ണം തണുത്ത് കഴിയുമ്പോൾ ഇതൊരു കുപ്പിയിലാക്കി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ. ഇപ്പം തണുത്ത് നല്ലതായിട്ട് വന്നു കണ്ടോ. ഇനി ഞാനിതൊരു കുപ്പിയിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പം സൂപ്പർ അച്ചാറാണ്. ഞാൻ ടേസ്റ്റ് നോക്കി. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.